ഗാന്ധിജിയുടെ മഹത്തായ വിചാരണ നടന്നത് എവിടെ വെച്ചാണ്? അഹമ്മദാബാദ് ഗവൺമെൻറ് സർക്യൂട്ട് ഹൗസിൽ. ഗാന്ധിജിയുടെ വിചാരണ നടന്ന തീയതി എന്നാണ്? 1922 മാർച്ച് 18. ഗാന്ധിജിയെ വിചാരണ ചെയ്ത സെഷൻസ് ജഡ്ജ് ആരായിരുന്നു? ജസ്റ്റിസ് CN ബ്രൂംഫീൽഡ്. വിചാരണയിൽ പ്രോസിക്യൂട്ടർ ആരായിരുന്നു? സർ JT സ്ട്രോങ്മാൻ, അഡ്വക്കേറ്റ് ജനറൽ ബോംബെ. ഗാന്ധിജിയെ നോക്കി വിധി പ്രസ്താവിക്കുന്നതിന് ജഡ്ജ് ബ്രൂംഫീൽഡ് എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ഈ രാജ്യത്ത് ഒരു ന്യായാധിപന് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരുപക്ഷെ ഏറ്റവും പ്രയാസമുള്ള കാര്യമായിട്ട്. ഗാന്ധിജിക്ക് ശിക്ഷയായി ലഭിച്ച തടവ് എത്ര വർഷമായിരുന്നു? 6 വർഷത്തെ തടവ്. ഗാന്ധിജിയുടെ വിചാരണയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏത് പുസ്തകത്തിൽ നിന്നാണ് ലഭിച്ചത്? ലൂയി ഫിഷർ എഴുതിയ ദി ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി. വിധി പ്രസ്താവിച്ച ശേഷം ജഡ്ജി ബ്രൂംഫീൽഡ് കൂട്ടിച്ചേർത്ത പ്രധാന വാചകം എന്താണ്? ശിക്ഷയുടെ കാലാവധി സർക്കാർ കുറയ്ക്കുകയാണെങ്കിൽ അതിൽ എന്നേക്കാൾ സന്തോഷിക്കുന്ന ആരും ഉണ്ടാകില്ല. ഗാന്ധിജി എന്ന രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയത് ഏത് രാജ്യമാണ്? ദക്ഷിണാഫ്രിക്ക. ഗാന്ധിജി എത്ര വർഷക്കാലമാണ് ദക്ഷിണാഫ്രിക്കയിൽ ചെലവഴിച്ചത്? 20 വർഷക്കാലം. ഗാന്ധിജി തൻ്റെ സത്യാഗ്രഹ സമര രീതിക്ക് രൂപം നൽകിയത് എവിടെ വെച്ചാണ്? ദക്ഷിണാഫ്രിക്കയിൽ വെച്ച്. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ സമരത്തിനുള്ള പരിശീലന കളരി ഏതായിരുന്നു? ദക്ഷിണാഫ്രിക്ക. ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് ഏതു വർഷമാണ്? 1915. ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാവായതോടെ സമരങ്ങളിൽ സജീവമായ സമൂഹത്തിലെ വിഭാഗങ്ങൾ ആരൊക്കെയായിരുന്നു? കർഷകർ, തൊഴിലാളികൾ, സ്ത്രീകൾ, വിദ്യാർത്ഥികൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റിയത് ആരാണ്? മഹാത്മാഗാന്ധി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മുന്നേറിയത് ഏതു വർഷം മുതലാണ്? 1919 മുതൽ. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ ഒന്നിച്ച് അണിനിരത്തിക്കൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ എതിരിടാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയ നേതാവ് ആരായിരുന്നു? മഹാത്മാഗാന്ധി. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ആദ്യം ശ്രദ്ധ പതിപ്പിച്ചത് എവിടെയായിരുന്നു? പ്രാദേശിക സമരങ്ങളിൽ. ഗാന്ധിജി 1917 ഇടപെട്ട സമരം ഏതാണ്? ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകരുടെ സമരം. ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ബീഹാർ. ചമ്പാരനിലെ നീലം കർഷകരെ ചൂഷണം ചെയ്തത് ആരായിരുന്നു? യൂറോപ്യന്മാരായ തോട്ടം ഉടമകൾ. ഗാന്ധിജിയെ ചമ്പാരനിലേക്ക് ക്ഷണിച്ചത് ആരാണ്? ചമ്പാരൻ സ്വദേശിയായ രാജ്കുമാർ ശുക്ല. ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് ബ്രിട്ടീഷ് ഭരണകൂടം എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഗാന്ധിജി കൂടി ഉൾപ്പെട്ട ഒരു കമ്മീഷനെ നിയമിച്ചു. ഗാന്ധിജി 1918 പങ്കാളിയായ തുണിമിൽ സമരം നടന്നത് എവിടെയാണ്? ഗുജറാത്തിലെ അഹമ്മദാബാദിൽ. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിലെ തൊഴിലാളികളുടെ പ്രധാന ആവശ്യം എന്തായിരുന്നു? വേതന വർധനവ്. തുണിമിൽ സമരത്തിൽ ഗാന്ധിജി സ്വീകരിച്ച സമരരീതി ഏതായിരുന്നു? ഉപവാസം. 1918 ഗുജറാത്തിൽ കർഷകർക്ക് വേണ്ടി ഗാന്ധിജി സമരം നടത്തിയ മറ്റൊരു സ്ഥലം ഏതാണ്? കേദ. കേദ സമരത്തിന് കാരണമായ പ്രധാന പ്രശ്നം എന്തായിരുന്നു? പ്രകൃതിക്ഷോഭം മൂലം കൃഷിനാശമുണ്ടായതിനാൽ കർഷകർക്ക് നികുതി അടയ്ക്കാൻ കഴിയാതെ വന്നത്. കേദ സമരത്തിൻ്റെ ഫലമായി സർക്കാർ എന്തിളവാണ് നൽകാൻ തയ്യാറായത്? വിളനാശം നേരിട്ട കർഷകർക്ക് നികുതി ഇളവ്. ചമ്പാരൻ, അഹമ്മദാബാദ്, കേദ സമരങ്ങളിലൂടെ ഇന്ത്യക്കാർ പരിചയപ്പെട്ട പുതിയ ദേശീയ നേതാവ് ആരായിരുന്നു? മഹാത്മാഗാന്ധി. ഇന്ത്യയിൽ ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ പ്രധാന പ്രാദേശിക സമരം ഏതാണ്? ചമ്പാരൻ സമരം 1917. ചമ്പാരൻ സമരം നടന്ന വർഷം 1917. കേദ സമരം നടന്ന വർഷം 1918. അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്ന വർഷം 1918. ഒന്നാം ലോകമഹായുദ്ധം നടന്നത് ഏത് വർഷങ്ങൾക്കിടയിലാണ്? 1914 മുതൽ 1918 വരെ.